കുഞ്ഞാറ്റക്കിളിയെ കാണുന്ന എന്തോ ഒരു വ്യത്യാസമുണ്ട് അല്ലേ? ഒരു പ്രത്യേക ഡ്രസ് അല്ലേ? നല്ല എന്താ രസമുണ്ട് എനിക്ക് കാണാൻ. മനസ്സിലാവുന്നുമില്ല വ്യത്യാസം. മുടി ആണോ? മുടി ഇങ്ങനെ മുടി കെട്ടി. എന്തെങ്കിലും ചെയ്തോ? അല്ല അല്ല, ആ അതെ, മുടി കേൾ ചെയ്ത് ഇങ്ങനെ ഇട്ടത്. അതാന്ന് തോന്നുന്നു. പിന്നെ വലിയ കമ്മലിട്ടിട്ടുണ്ട്. ആ എന്തായാലും മിടുക്കിയായിട്ടുണ്ട്. അതെ. താങ്ക് യു. എന്റെ അടുത്ത് കുഞ്ഞാറ്റനെ അന്വേഷിച്ചു. ആരാന്നറിയോ? ഒരു മിനി ചേച്ചി. മിനി എന്നാണ് ചേച്ചിയുടെ പേര്. ഞാനൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയതായിരുന്നു ട്രിവാൻഡ്രത്ത്, പെർഫോമൻസ് കഴിഞ്ഞിട്ട്. എന്റെ അടുത്ത് ചോദിച്ചു, ജഡ്ജി അല്ലേ? ഞാൻ പറഞ്ഞു അതെ. ജഡ്ജിയാ? ജഡ്ജി? ഞാൻ പറഞ്ഞു അതെ. എന്റെ പേര് മിനി. ഞാൻ പറഞ്ഞു ശരി ചേച്ചി പറയൂ. കുഞ്ഞാറ്റേന്റെ അടുത്ത് മിനി ചേച്ചി ഹായ് പറഞ്ഞു എന്ന് പറയണേന്ന് പറഞ്ഞു. മിനി ചേച്ചി കാണുവാണെങ്കിൽ ഹായ്. ശരി. MJ uncle. കുഞ്ഞാറ്റ ഭയങ്കര സുന്ദരിയായിട്ട് വന്നിരിക്കുകയാണ്. അതെ താങ്ക് യു താങ്ക് യു. ഓൾവേസ് അങ്ങനെ. ഇതെങ്ങനെ? ആവോ. വാട്ട് ഇസ് ദ സീക്രട്ട്? പാട്ട് കൊടുത്തതിന്റെ കൂടെ സിനിമയിലെ നായികയാക്കും MJ uncle. സന്തോഷായില്ലേ അവളുടെ ഞാൻ ജീവിതമൊക്കെ? ഡയറക്ട് ചെയ്യുമ്പോഴായിരിക്കും. ആ ഞാൻ സിനിമ ഡയറക്ട് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നായിക ആക്കും. അപ്പൊ ഞാൻ എന്നെ ആര് ചേച്ചിയൊക്കെ ആക്കാന്ന് പറഞ്ഞിട്ട് അതും ആക്കും. 5 നായകന്മാരുണ്ടാവും. ഒന്ന് ആലോചിക്കട്ടെ അതൊക്കെ. ഞങ്ങള് 3 ആളല്ലേ ഉള്ളൂ. കണ്ടുപിടിക്കും. ഓ ശരി. ഓക്കെ, നായകൻ മധുവങ്കൾ. ആണോ? നമ്മളെല്ലാരും ഉള്ളൂ സിനിമയില്. നമ്മൾ തന്നെ ചേട്ടൻ വേണം. ആ സമയത്ത് മധുവിന് 10-75 വയസ്സാവും. അതെ. ഡയറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പക്ഷെ MJ uncle ഈ കുഞ്ഞാറ്റക്കിളിയുടെ സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? മീനുവിനെ അറിയാലോ? എനിക്കറിയാം. പറഞ്ഞോളൂ. പറയട്ടെ, നമ്മുടെ എവർഷൈൻ പിക്ചേഴ്സ് പ്രസൻസ് സ്വാമിയെ ശരണമയ്യപ്പ മൂവിയാണ്. ഡയറക്ട് ചെയ്തിരിക്കുന്നത് വിജി തമ്പി സാറാണ് യെസ്, അല്ലേ? വരട്ടെ. നമുക്ക് കുഞ്ഞാറ്റയ്ക്ക് ഒരു നല്ലൊരു കൈഡി കൊടുക്കാം. Yes. എല്ലാവരും കാണുന്നില്ലേ? കുഞ്ഞാറ്റ പാടുന്ന ആദ്യത്തെ സിനിമാ പാട്ടാണ് ഇതിനകത്തുള്ളത്. കുഞ്ഞാറ്റ വളരെ അസാധ്യമായിട്ട് അത് പാടിയിട്ടുണ്ട്. അത് പറയാനായിട്ട് എനിക്ക് വളരെ വലിയ അഭിമാനമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളും കൂടെ പാടിയിട്ടുണ്ട്. ഇനി അടുത്ത എപ്പിസോഡുകളിൽ കുഞ്ഞാറ്റ നമ്മുടെ സ്റ്റുഡിയോയിൽ വെച്ച് പാടുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾ പാടുന്നതിന്റെയും വീഡിയോ നമ്മളിവിടെ കാണിക്കും തീർച്ചയായിട്ടും. നമുക്ക് എല്ലാം അഭിമാനമുണ്ട്. കേട്ടവരൊക്കെ വീണ്ടും 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 അത് കേൾക്കണം എന്ന് തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുഞ്ഞാറ്റ അടിച്ചു പൊളിച്ച് 1 മണിക്കൂറിനാം പാടി അങ്ങ് തീർത്തു. ഓ, അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് ട്രാക്കാണ്, ചിത്ര ചേച്ചി പാടാൻ പോണെന്ന്. അപ്പൊ കരച്ചിൽ തുടങ്ങി. വേണ്ട വേണ്ട ഇപ്പം തന്നെ മുഖം മാറി നോക്ക്. വേണ്ട. കുഞ്ഞാറ്റ പാടി കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും പാടുവോ? ഇല്ലല്ലോ. ഇല്ല. ഓൺലി 1 കുഞ്ഞാറ്റ അല്ലേ? അതെ അതെ. അതുകൊണ്ടാണ് കുഞ്ഞാറ്റയുടെ ശബ്ദം ആ പാട്ടിന് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നുണ്ട്. ഒരു യാത്രയില്, ഒരു ബസ് യാത്രയില് എല്ലാരും കൂടെ പാടുന്ന ഒരു പാട്ടാണ്. അയ്യപ്പനെ പറ്റിയുള്ള ഒരു പാട്ടാണ്. അപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞു തന്നു, അച്ഛൻ ഇങ്ങനെ പറഞ്ഞു തന്നു, അങ്ങനെ ഒരു പാട്ടാണ്. അത് രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. കൺഗ്രാറ്റ്സ് കുഞ്ഞാറ്റ. താങ്ക് യു സാർ. അപ്പൊ ഇന്ന് പാടാൻ പോകുന്ന പാട്ട് 1998 റിലീസ് ചെയ്ത സുന്ദര കില്ലാടി എന്ന ചിത്രത്തിലെ പാട്ടാണ് പാടാൻ പോകുന്നത്. അതെ അതെ. കൂടാരക്കൂട്ടിൽ തെങ്ങും കുയിലേ എന്നുള്ള എന്നല്ലേ തുടങ്ങണ പാട്ട്? യെസ്, എനിക്കറിയാം. ഔസേപ്പേട്ടനാണ് അതിന്റെ സംഗീതം നിർവഹിച്ചിട്ടുള്ളത്. ബിച്ചു തിരുമല സാറാണ് ലിറിക്സ് എഴുതിയിട്ടുള്ളത്. പാടിയത് നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടനും ചിത്ര ചേച്ചിയുമാണ്. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. പാടാൻ റെഡിയല്ലേ? പാടാൻ റെഡിയാണ്. ഓൾ ദ ബെസ്റ്റ്. പിന്നെ പാടാ അതല്ലേ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ താങ്ക് ബെസ്റ്റ്. യു. കൂട്ടിൽ തേങ്ങും കുയിലേ, ആകാശം തേടും നീലക്കുയിലേ, കൂരിരുളിൽ സ്വന്തം ശ്രുതി ചികയും കുയിലേ, നീ എന്തേ ഇണം മറന്നോ? ചൊല്ലൂ, ഈ നെഞ്ചിൻ താളം മറന്നോ? കുയിലേ, കൂടാരക്കൂട്ടിൽ തേങ്ങും കുയിലേ, ആകാശം തേടും നീലക്കുയിലേ.
ആകാശം തേടും നീലക്കുയിലേ കതിരുകൾ കൊയ്യാനറിയില്ലെന്നാൽ ഈണം മൂളും രാക്കുയിൽ നീ അതിനിടയെന്നോ മിഴിനീരായി നിൻ രാഗം താനം പല്ലവികൾ കനവേ നിനവേ തേടുക വീണ്ടും നീ ആനന്ദരാഗം അതിലനുരാഗങ്ങൾ ലയമാകുമെങ്കിൽ ഓരോ നാളും മാനസം മാമ്പൂവണിയും കുയിലേ കൂടാരക്കൂട്ടിൽ തേങ്ങും കുയിലേ ആകാശം തേടും നീലക്കുയിലേ കൂരിരുളിൽ സ്വന്തം ശ്രുതി ചികയും കുയിലേ നീ എന്റെ ഇനം മറന്നോ ചൊല്ലൂ ഈ നെഞ്ചിൻ താളം മറന്നോ കുയിലേ കൂടാരക്കൂട്ടിൽ തെങ്ങും കുയിലേ ആകാശം തേടും നീലക്കുയിലേ അടിപൊളി. താങ്ക് യു അപ്പൊ കുഞ്ഞാറ്റയ്ക്ക് 98.5 ഔട്ട് ഓഫ് 100. താങ്ക് യു സാർ